14-4-2 സർവേ ഫലം അതാണ് വ്യക്തമാക്കുന്നത്. 14 സീറ്റിൽ UDF, 4 സീറ്റിൽ LDF. അതായത് LDFിന് നേട്ടം, 3 സീറ്റിന്റെ നേട്ടം. BJP NDA മുന്നണി 2 സീറ്റുകൾ. അത് തെക്കൻ കേരളത്തിലാണ് 1 സീറ്റ് എന്നുള്ളതാണ് സർവേ ഫലം പറയുന്നത്. 1 മധ്യ കേരളത്തിലും. തെക്കൻ കേരളത്തിൽ 1 സീറ്റ് സ്വാഭാവികമാണ്, നമുക്ക് ഊഹിക്കാൻ കഴിയും. മധ്യ കേരളത്തിലെ സീറ്റ് മഞ്ജുഷിന്റെ കണക്കിൽ പറഞ്ഞ തൃശ്ശൂർ തന്നെയാവാനുള്ള സാധ്യത. മധ്യ കേരളത്തിൽ തൃശ്ശൂർ, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം. സംശയമുണ്ടോ കിരൺ? നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്ത് വന്നതാണ് BJPയെ സംബന്ധിച്ച്. കേരളത്തിൽ ഏറ്റവും ഒത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. 2 തവണയും ശശി തരൂർ വിജയിക്കുമ്പോഴും കഴിഞ്ഞ തവണ 1 ലക്ഷത്തിനടുത്ത വോട്ടിന് 99,989 വോട്ടിന് ജയിക്കുമ്പോഴും അതിനു മുമ്പ് കഷ്ടിച്ച് അദ്ദേഹം 10,000-ന് ശിഷ്ടം വോട്ടിന് വിജയിക്കുമ്പോഴും 2ാം സ്ഥാനത്തുണ്ടായിരുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിക്ക് 3 മുന്നണികൾക്കും വിജയസാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. അതുകൊണ്ട് തന്നെ 3 മുന്നണിയെ സംബന്ധിച്ച് എവിടെയാണ് പ്രയോജനമെങ്കിലും അത് നമുക്ക് തെറ്റാണ് എന്ന തരത്തിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. വരുമ്പോൾ തെക്കൻ കേരളത്തിൽ BJPക്ക് 1 സീറ്റും മധ്യ കേരളത്തിൽ 1 സീറ്റും കിട്ടും എന്നുള്ളതാണ്. എന്തുകൊണ്ട് തെക്കൻ കേരളം ആറ്റിങ്ങലായി കൂടാ? ആറ്റിങ്ങലാവാനുള്ള സാധ്യത തിരുവനന്തപുരത്തെ ഒരു ഘടകം കിരൺ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഈ പന്ന്യൻ രവീന്ദ്രൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആയതോടെ ശശി തരൂരിന് ലഭിച്ചിരുന്ന പരമ്പരാഗത വോട്ടുകൾ അവിടെ ഇടതുമുന്നണിയിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാകുമെങ്കിൽ ആ ഷിഫ്റ്റിലൂടെ BJP ജയിക്കാനുള്ള സാധ്യത. കിരൺ, അങ്ങനെ ഒരു കണക്കിലേക്ക് വരാൻ വസ്തുതയുണ്ടോ? സജിത്ത്, ഇതിനകത്ത് വളരെ സിമ്പിളാണ്. ഈ രാഷ്ട്രീയത്തിൽ ഒന്നും എപ്പോഴും 2 ആവണം എന്നില്ല എന്ന് പറയുന്നത് പോലെ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് MP ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ വീണ്ടും മത്സരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും ഉള്ള ഒരു പ്രതിച്ഛായല്ല പന്ന്യൻ രവീന്ദ്രനുള്ളത്. അദ്ദേഹം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്ന ആ തരത്തിലേക്ക് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ ധനസമ്പാദനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച ആളല്ല. ആ തരത്തിലേക്കുള്ള വലിയ സ്നേഹമൊക്കെ ഉണ്ട്. ആ പന്ന്യൻ രവീന്ദ്രൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 2 തവണയും LDF ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കാനുള്ള സ്വാഭാവിക സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ട്. അദ്ദേഹം MP ആയിരുന്ന ഘട്ടത്തിലും ജനങ്ങളുമായി ചേർന്ന് നിന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനുശേഷം അങ്ങനെ അദ്ദേഹത്തിന് 1 വോട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ ശശി തരൂരിന് അതുകൊണ്ട് കുറച്ച് വോട്ട് കുറയുന്നു, അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നു. ഇത് അവസാന സമയത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് വരുമ്പോൾ ആരൊക്കെ വോട്ട് ചെയ്താലാണ് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയുക എന്ന് വന്നാൽ BJP ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇടത് വലത് മുന്നണികളിലെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരുടെ വോട്ട് സ്വാഭാവികമായും ഈ ജയിക്കാൻ സാധ്യതയുള്ള മുന്നണിയിലെ വോട്ടിലേക്ക് മാറും. അങ്ങനെ മാറി ചെയ്ത് അങ്ങനെ വോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങനെ വന്നിട്ടുമുണ്ട് എന്നുള്ള കണക്കുകൾ വ്യക്തമാകുന്നത്. LDF ജയിച്ച ഒരു മണ്ഡലത്തിലാണ് രാജഗോപാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ഘട്ടം വന്നപ്പോഴേക്കും ശശി തരൂരിന് വലിയ തോതിലേക്ക് വോട്ട് വരികയും ശശി തരൂർ 3 മണ്ഡലങ്ങൾ മാത്രമാണ് അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ബാക്കി 4 മണ്ഡലങ്ങൾ 3 തീരദേശ മണ്ഡലങ്ങൾ മാത്രം ഭൂരിപക്ഷം കൊണ്ടാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലേക്കൊക്കെ വോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാഹിത്യം പറയുന്നത് പന്ന്യൻ രവീന്ദ്രൻ വോട്ട് കൂടുതൽ വാങ്ങുകയും ശശി തരൂരിന് അതനുസരിച്ച് വോട്ട് കുറയുകയും ചെയ്താൽ മൂന്നാമത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സൂചിപ്പിക്കുന്നത് 2 സീറ്റിൽ കേരളത്തിൽ BJP ജയിക്കും എന്നുള്ളതാണ്. അങ്ങനെ അക്കൗണ്ട് തുറക്കും BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ന്യൂസ് 18 സർവേ ഫലം പറയുന്നത്.